ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോയി എൻജോയ് ചെയ്തൊരു വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് തൃശ്ശൂർ നെഹ്റു പാർക്കിലാണ്. അപ്പോൾ അച്ഛൻ, അമ്മ, പിന്നെ അപ്പച്ചൻ, അമ്മ, എൻ്റെ കസിൻസ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ക്ലീറ്റ് ഇവിടെ ഇല്ല, ക്ലീറ്റ് ഷൂട്ടിനായിട്ട് പോയേക്കാണ്. അപ്പോൾ ഞങ്ങളാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ നെഹ്റു പാർക്കിലാണ് കേട്ടോ പോയത്. ഉണ്ണികളാദ്യം ഊഞ്ഞാലകളിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുല്ലുള്ള സ്ഥലത്തേക്കൊക്കെ വന്നു. അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടല്ലോ. അപ്പോൾ അവിടെ പുല്ലുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. കാരണം അവിടെ ഇങ്ങനെ നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നനവിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് 7 മാസമായിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് വാക്കൊക്കെ നല്ലതാണല്ലോ. അതിനുശേഷം ഇരുട്ടാവാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇരുട്ടായപ്പോഴാണ് കേട്ടോ അച്ഛനും അപ്പച്ചനും എത്തിയത്. പിന്നെ അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും ഇരുട്ടാവാനൊക്കെ തുടങ്ങി. ക്യാമറ അത്ര കണ്ട് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ടൊന്നും മനസ്സിലാവണില്ലെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ മാക്സിമം എടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കളിക്കാനായിട്ട്. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങി. അപ്പോൾ എവിടെ പോകണം എന്നുള്ളതൊന്നും ആലോചിച്ചു. അതിനുശേഷം ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് കേട്ടോ കഴിച്ചത്. സത്യത്തിൽ ഞങ്ങൾ വളരെ പള്ളിപ്പെരുന്നാൾ കാണാൻ ഇറങ്ങിയതാണ്. പക്ഷെ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ പെരുന്നാളൊക്കെ കാണാൻ നിൽക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല ക്ഷീണമാവും. അതുകൊണ്ട് തന്നെ ഈവനിങ് ആണ് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒന്നുകൂടി രസം. അപ്പോൾ അതുവരെ പാർക്കിൽ ഇരുന്നിട്ട് ഈവനിങ് ആയപ്പോഴാണ് കേട്ടോ പള്ളിയിൽ വന്നത്. എല്ലാ കൊല്ലത്തെ പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കടകളും പിന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു ഇക്കൊല്ലം. എനിക്കങ്ങനെ തോന്നിയതാണോന്ന് അറിയില്ല, പക്ഷെ നല്ല ആളുകളുണ്ടായിരുന്നു. 1-2 കമ്മലൊക്കെ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ ലൈറ്റ് ഇങ്ങനെ നോക്കി നിൽക്കാനൊരു പ്രത്യേക വൈബാണല്ലോ. അത് കുറേ നേരം എൻജോയ് ചെയ്തു. അല്ലാതെ ചില്ലറ ഷോപ്പിങ്ങൊക്കെ നടത്തി. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. വൃശ്ചിക മാസത്തിൻ്റെ ഒക്കെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും ആയിരുന്നു. അപ്പോൾ നല്ല രസം, നല്ല വൈബാണ്. പിന്നെ ചോളൊക്കെ കഴിച്ചാലോന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഈ വൊമിറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം പറ്റുന്നുണ്ടായിരുന്നില്ല സ്മെല്ല്. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ എല്ലാവരും വന്നു, അനിയനും മേമയൊക്കെ എത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി. എനിക്ക് ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ വാങ്ങിയത്. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ജ്യൂസും ഷേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു, ഷുഗറൊന്നും ഇടാണ്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയണ വരെ നോക്കി നിന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി പള്ളിയൊക്കെ ഒന്നും കൂടി കുറച്ച് നേരം കണ്ട് കുറച്ച് നടന്ന് വന്നപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു. കാരണം നല്ല രീതിക്കുള്ള ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം താമസിയാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. നമ്മൾ വീട്ടിൽ പോകുന്ന വഴിയാണ്, കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. താങ്ക് യു.